എനിക്കൊരു കഥ പറഞ്ഞുതരുമോ? പറഞ്ഞുതരാമല്ലോ. മോനെ ഏത് കഥയാണ് വേണ്ടേ? മൃഗങ്ങളുടെ കഥ വേണോ, മനുഷ്യരുടെ കഥ വേണോ, ഏതാ വേണ്ടേ? എനിക്ക് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഒരുമിച്ചുള്ള ഒരു കഥ പറഞ്ഞു തരുന്നത്. ആ, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കൂടിയുള്ള കഥ. ഓക്കെ. അമ്മമ്മ മനുഷ്യരും മൃഗമൊക്കെ ഉള്ളൊരു കഥ പറഞ്ഞുതരാം. ഒരു സ്ഥലത്ത് ഒരു ആട്ടിടയനുണ്ടായിരുന്നു. ആട്ടിടയൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? ആടിനെ മേയ്ക്കണവൻ. ആടിനെ കൊണ്ടുപോയി പുല്ലൊക്കെ തീറ്റിച്ച് കൊണ്ടുവന്ന് ആടിനെ സംരക്ഷിക്കുന്നവനാണ് ആട്ടിടയൻ. അവന് ധാരാളം ആടുകളുണ്ടായിരുന്നു കേട്ടോ. അവൻ എല്ലാ ദിവസവും ആടുകളെയും കൊണ്ട് മലച്ചെരുവിലൊക്കെ പോയി ആടുകളെ തീറ്റിച്ച് കൊണ്ടുവരും. അപ്പോൾ അവനിങ്ങനെ ആടുകളെയൊക്കെ തീറ്റിക്കാൻ പോണ കാണുമ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ അവൻ്റെ നേരെ ഇങ്ങനെ അസൂയോടെ നോക്കിയിരിക്കും. ഓ, ഇവൻ എന്തൊരു സുഖം, എല്ലാ ദിവസവും ഇങ്ങനെ കറങ്ങി നടക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കും. അവനാണെങ്കിലോ ഭയങ്കര അഹങ്കാരത്തോടു കൂടിയാണ് പോണേ. എനിക്ക് എത്ര ആടുകളാണ്, എല്ലാത്തിനെയും കൊണ്ട് പോകും. അത് കഴിഞ്ഞിട്ട് ഇവരെയൊക്കെ ഈ മറ്റുള്ള പിള്ളേരെയൊക്കെ ഇവൻ കളിയാക്കുകയും ചെയ്യും. ഇവനിങ്ങനെ കളിയാക്കണ ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇവൻ്റെ ആടുകളെയൊക്കെ തെളിച്ച് ഒരു മലയുടെ സൈഡിൽ കൊണ്ടുപോയി അവരെ പുല്ല് തിന്നാൻ വിട്ടിട്ട് ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ നോക്കിയപ്പോഴേ ദൂരെ കുറേ കൃഷിക്കാർ നിന്ന് കൃഷിപ്പണി ചെയ്യണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് അവൻ്റെ തലയിൽ ഒരാശയം വന്നു, ഇവരെ ഒന്ന് പറ്റിച്ചാലോ. അതിനെന്ത് ചെയ്തെന്നറിയാമോ? ഒച്ച, അയ്യോ ചെന്നായി വരുന്നേ എന്നും പറഞ്ഞുകൊണ്ട്. ഇത് അവർ കേട്ടു, കൃഷിക്കാർ കേട്ടു. അവരവിടുന്ന് ഓടി വട്ടിയും കോലും ഒക്കെ ആയിട്ട് ഓടി വന്നിട്ട് എവിടെ ചെന്നായി എന്ന് ചോദിച്ചോണ്ടാണ് വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ എന്താ അവൻ പറയാ, അയ്യോ ചെന്നായി ഇവിടെ കണ്ടില്ലല്ലോ, പോയിന്നാ തോന്നണേ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഒരു കള്ള ചിരി ചിരിച്ചു. അപ്പോൾ ചിലർക്കൊക്കെ മനസ്സിലായി ഇവൻ പറ്റിച്ചതാണെന്ന്. അവരൊന്നും മിണ്ടിയില്ല കേട്ടോ. അവരങ്ങ് തിരിച്ചു പോയി. പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നറിയാമോ? അപ്പോൾ അവനൊരു തമാശ, ഒരു രസം തോന്നി, ഇവരെ പറ്റിച്ചല്ലോ എന്ന് വിചാരിച്ച് പിറ്റേ ദിവസം അവൻ ഇത് തന്നെ ആവർത്തിച്ചു. അവിടെ ഇരുന്നുകൊണ്ട് ഉച്ചയായപ്പോഴത്തേക്കും എല്ലാവരും കേൾക്കാൻ പാകത്തിന് ചെന്നായി എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചയെടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്തു പറ്റി? അപ്പോഴും കൃഷിക്കാർ കുറേ പേര് ഓടി വന്നു. ചെന്നായിനെ കാണാനുമില്ല. അപ്പോഴും ഇവൻ അവരെ കളിയാക്കി ചിരിച്ചു. അങ്ങനെ ഒരു 2-3 ദിവസം കടന്നുപോയി. ഒരു ദിവസം ഇവൻ ഉച്ചയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ കാട്ടിൽ നിന്ന് ഭയങ്കര ഒരു അനക്കം കേൾക്കുന്നു. നോക്കിയപ്പോൾ ഒരു ഭയങ്കര വലിയ ചെന്നായാണ്. അത് ഇവൻ്റെ ആടുകളുടെ നേരെ പാഞ്ഞു വരികയാണ്. അപ്പോൾ ഇവൻ അവിടെ ഇരുന്നുകൊണ്ട് ഉറക്കെ കരഞ്ഞു, ചെന്നായി എന്നും പറഞ്ഞുകൊണ്ട്. ഇത് കൃഷിക്കാർ കേട്ടു, പക്ഷെ അവർ തിരിഞ്ഞു നോക്കിയില്ല. എന്താ കാര്യം? അതിനു മുമ്പ് അവരെ പറ്റിച്ചില്ലേ? അത് കാരണം അവർ തിരിഞ്ഞു നോക്കിയില്ല. அவங்க നമ്മളെ കളിയാക്കാൻ വേണ്ടി പറയണതാണെന്ന് അവർക്ക് മനസ്സിലായി. അവരെന്ത് ചെയ്തു? അവരുടെ പണി തുടർന്നുകൊണ്ട് അവരിരുന്നു. ചെന്നായി പാഞ്ഞു വന്നിട്ട് ഇവൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു നല്ല ആടിനെ വലിച്ചു കാട്ടിലേക്ക് കൊണ്ടുപോയി. അവന് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോൾ അവൻ അതിൽ നിന്നൊരു പാഠം പഠിച്ചു. എന്താണ്? ആവശ്യമില്ലാതെ മറ്റുള്ളവരെ കളിയാക്കാൻ പാടില്ല, പിന്നെ പറ്റിക്കാനും പാടില്ല. അങ്ങനെ നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ മറ്റുള്ളവരെ പറ്റിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വിഷമാവില്ലേ? അത് കാരണം എപ്പോഴും നമ്മൾ ചില സമയത്തൊക്കെ കളി കാര്യമാവും അല്ലേ? അത് നമ്മളെപ്പോഴും ഓർക്കണം. നമ്മൾ മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ നമ്മൾ സ്വയം വിഡ്ഢികളാവും അല്ലേ? നമ്മളങ്ങനെ ആവശ്യമില്ലാതെ ആരെയും കളിയാക്കാൻ പാടില്ല. മോനിഷ്ടമായോ കഥ? ഇഷ്ടമായ മാമ. ഇതിനകത്ത് മനുഷ്യരും ഉണ്ട് മൃഗങ്ങളും ഉണ്ട് ഇല്ലേ? ഇന്നത്തെ കഥയിൽ മനുഷ്യരും ഉണ്ട് മൃഗങ്ങളും ഉണ്ട്. ഇനി അമ്മമ്മ നാളെ വേറൊരു കഥ പറഞ്ഞുതരാം. ഓക്കേ.